ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്തു പറയുന്നു എല്ലാവരും? ഓക്കെ, വരുന്ന LDC അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനാണ് കേട്ടോ. അനുപാതമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പലരും കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഇപ്പം നോക്കിക്കേ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷനകത്ത് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ഇഫ് A is to B equal to 2 is to 3, B is to C equal to 4 is to 5 ആണെങ്കിൽ A is to B is to C എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. A is to B 2 is to 3, B is to C 4 is to 5 ആണെങ്കിൽ A is to B is to C എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ നോക്കിക്കേ, നമ്മുടെ A is to B ടീച്ചർ ഇവിടെ എഴുതാണ്. A is to B എന്ന് പറയുന്നത് എത്രയാണ്? 2 is to 3. A is to B എന്ന് പറയുന്നത് 2 is to 3. അടുത്ത് B is to C ഇതിൻ്റെ താഴെ എഴുതുവാണ്. B is to C എന്ന് പറയുന്നത് എത്രയാണ്? 4 is to 5. ഇപ്പോൾ B is to C എന്ന് പറയുന്നത് എത്രയാണ്? 4 is to 5. നമുക്ക് വേണ്ടത് എന്താ? A is to B is to C ആണ് വേണ്ടത് അല്ലേ? A is to B is to C കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ് കുട്ടികളെ. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിക്കേ, ആദ്യം ഈ 4നെ 2 കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. 4നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ദെൻ ഈസ് ടു, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 4 അതിനെ 3 കൊണ്ടങ്ങ് ഗുണിച്ച് 4 × 3 എത്രയാ? 12. 4 × 3 എത്രയാ? 12. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ 5നെ 3 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 15. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ A is to B യും B is to C യും തന്നിട്ട് A is to B is to C ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ജസ്റ്റ് ഇത് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതിയാകും. A is to B യും B is to C യും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇത് ചെയ്യാം. അതായത് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ദെൻ ക്രോസ് ചെയ്യുക, ദെൻ അടുത്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? 2 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് വരാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുമല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A is to B equal to 5 is to 4, B is to C equal to 8 is to 35 ആണെങ്കിൽ A is to C എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ A is to B എന്ന് പറയുന്നത് എത്രയാ? 5 is to 4 ആണ് അല്ലേ? അതുപോലെ B is to C എന്ന് പറയുന്നത് 8 is to 35 ആണെങ്കിൽ A is to C എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നോക്കിക്കേ, നമുക്കറിയാം A is to B നമുക്ക് എങ്ങനെ എഴുതാം? A by B എന്ന് എഴുതാം അല്ലേ? അതുപോലെ B is to C നമുക്ക് എങ്ങനെ എഴുതാം? B by C എന്ന് എഴുതാം. ഇത് രണ്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ നിങ്ങൾ. A by B ഇൻറ്റു B by C എത്ര കിട്ടും? A by C, അതായത് A is to C എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്താൽ മതി. ആദ്യം എന്ത് ചെയ്യണം? A by B ചെയ്യുക. അതായത് A by B എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 5/4 ചെയ്യുക. ഇൻറ്റു B by C എത്രയാ? 8/35 ചെയ്യുക. 8/35. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A by C കിട്ടും. നോക്കിക്കേ, ഈ 5 35 നമുക്ക് 5ൽ വെട്ടാലോ. 5ൽ 5 എത്ര തവണയാ? ഒരു തവണ. 35 5ൽ എത്ര തവണയാ? 7 5 ആണ് 35 അല്ലേ? അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതാം. ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? ഇനി കഴിഞ്ഞിട്ടില്ല. ഈ 8ഉം 4 നമുക്ക് വെട്ടിക്കൂടെ? 1 4 4, 2 4 ആണ് 8. 4 നമുക്ക് ഇത് 4ഉം 8ഉം വെട്ടാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 1 × 2 എത്രയാ? 2 ഡിവൈഡഡ് ബൈ 1 × 7 എത്രയാ? 7. അപ്പോൾ എത്ര കിട്ടി? A is to C എന്ന് പറയുന്നത് എത്രയാ? 2 is to 7 കിട്ടിയില്ലേ? ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A is to B നമുക്ക് തന്നിട്ടുണ്ട്, B is to C നമുക്ക് തന്നിട്ടുണ്ട്, C is to D യും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A is to B is to C is to D ആ ചോദിച്ചേക്കുന്നത്. അപ്പോൾ A is to B ഉണ്ട്, B is to C ഉണ്ട്, C is to D ഉണ്ടെങ്കിൽ A is to B is to C is to D യുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ,
A is to B is to C is to D കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് എന്താ വേണ്ടത്? A is to ഒരു സെക്കൻഡ്, നമുക്ക് സ്മോൾ ലെറ്റർ അല്ലേ ഇവിടെ കിടക്കുന്നത്, അപ്പോൾ ടീച്ചർ സ്മോൾ ലെറ്റർ എഴുതാം കേട്ടോ. അപ്പോൾ A is to B is to C is to D, ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെ തന്നിട്ടുണ്ട്? A is to B നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 1 is to 2. A is to B എന്ന് പറയുന്നത് എത്രയാ? 1 is to 2. അടുത്ത് B is to C എത്രയാ? 4 is to 3. 4 is to 3. ഓക്കെ, 4 is to 3 നമ്മൾ എഴുതി. C is to D തന്നിട്ടുണ്ട് എത്രയാ? 5 is to 2. അപ്പോൾ 5 ഇവിടെ എഴുതുക, ഡിയുടെ താഴെ എന്ത് എഴുതുക? 2 എഴുതുക. ഓക്കെ, ഇത്ര എഴുതാമല്ലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇതിവിടെ അല്ല വരുന്നത്, ഇവിടെയാണ് വരുന്നത്, ഇവിടെയും നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. വളരെ എളുപ്പമാണ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്ത് വെച്ച് ഫില്ല് ചെയ്യും എന്ന് നോക്കാം. നോക്കിക്കേ, ഈ ഒരു ഡാഷിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 2 ആണ്. ആ 2 അങ്ങ് എഴുതി അങ്ങ് വെക്കുക. എവിടെ? ഇവിടെയും. ഓക്കെ, അടുത്ത് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം അല്ലേ. ഈ ഡാഷിൻ്റെ മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 3, അതങ്ങ് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ ഡാഷിൻ്റെ മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 5, അതിവിടെ എഴുതുക, ഇവിടെ എഴുതുക. ഓക്കെ, ഈ ഡാഷിൻ്റെ മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 4, അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ അല്ലേ? ഇത്രയൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞു. ആൻസറിലോട്ട് എത്താൻ ഇനി അധികം സമയമില്ല. നോക്കിക്കേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ താഴോട്ടുള്ള സംഖ്യകൾ എന്ത് ചെയ്യണം? ഗുണിക്കുക, ഇവിടെ എഴുതുക. ഓക്കെ, അപ്പം നോക്കിക്കേ, 1 × 4 4, 4 × 5 എത്രയാണ് കുട്ടികളെ? 20 is to 2 × 4 8, 8 × 5 8 5 40 is to 3 × 2 6, 6 × 5 30 is to 2 × 3 6, 6 × 2 12. കിട്ടി, ആൻസർ കിട്ടി. 20 is to 40 is to 30 is to 12. ഇത് നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറുതാക്കി എഴുതുക. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കിക്കേ. നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് 20 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 2 കൊണ്ട് 40 ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. 30/2 എത്രയാ? 15. 12/2 എത്രയാ? 6. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇവിടെ ഇല്ല. 10 20 15 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? 10 is to 20 is to 15 is to 6 ആണ് നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ A is to B is to C കണ്ടുപിടിക്കും? ഇഫ് 3A = 2B = 6C, then A is to B is to C എന്താണ്? ഇഫ് 3A = 2B = 6C, then A is to B is to C. A is to B is to C യുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ടീച്ചർ ഇവിടെ ഒന്നുകൂടെ എഴുതാൻ പോവുകയാണ്. 3A is to 2B is to is to അല്ല, 3A = 2B = 6C. അങ്ങനെയാണെങ്കിൽ A is to B is to C കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, അതായത് A is to B is to C which is equal to എയുടെ സ്ഥാനം, അതായത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 3A എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ, ഈ 3A നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കളയുന്നു. എന്നിട്ട് ഈ 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കൈ കൊണ്ട് ജസ്റ്റ് 3A പൊത്തി പിടിക്കുക, എന്നിട്ട് 2 × 6 ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 3A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എയുടെ ടേം കളയുക, ബാക്കി 2 ടേം നിങ്ങൾ നോക്കുക. അതിൽ 2 × 6, അതായത് ബിയുടെയും സിയുടെയും കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 6 എത്രയാണ്? 12 is to. അപ്പോൾ ബിയുടെ ടേം പറഞ്ഞേ, ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ബിനെ നമ്മൾ കളയുന്നു, എന്നിട്ട് ഈ 6നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 × 3 എത്രയാ? 6 × 3 18 is to. ഇനി നമുക്ക് സിയുടെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിയുടെ ടേം നമ്മൾ ഇത് കളയുന്നു, എന്നിട്ട് ബിയും എയും എടുക്കുന്നു. 2നെ 3 കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 3 എത്രയാണ്? 6 ആണ്. അപ്പോൾ 12 is to 18 is to 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടിയേക്കും. നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 6 വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ചെറുതാക്കാം. 6 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2. 6 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 3. 6/6 എത്രയാ? 1. നമുക്കിങ്ങനെ ചെയ്യാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓപ്ഷൻസ് ചിലപ്പോൾ ഇതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം ആയിട്ടുള്ള, അതായത് അതിന് ലഘൂകരിച്ചിട്ടുള്ള ഫോം ആയിട്ടുള്ള ഇതായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് നോക്കി പഠിച്ചു വെക്കണം കേട്ടോ.
അപ്പോൾ ഇതിനെ ചെറുതാക്കുന്നതാണ് 12, 18, 6. ഇതിൽ വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 6ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാ ടേംസിനെ 6 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12/6 എത്ര? 2. 18/6 3, 6/6 1. അങ്ങനെയാണ് നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റുന്നത് കേട്ടോ. ഇതിപ്പോൾ അറിയാവുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾ ചെയ്യുമല്ലോ? ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻ പ്രപ്പോർഷൻ, എയും ബിയും അനുപാതത്തിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തേർഡ് പ്രപ്പോർഷണൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷണൽ എന്ന് ചോദിക്കാം. അപ്പോൾ തേർഡ് പ്രപ്പോർഷണൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? b²/a ചെയ്താൽ മതി. എയും ബിയും അനുപാതത്തിലാണെങ്കിൽ തേർഡ് പ്രപ്പോർഷണൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? b²/a ചെയ്താൽ മതി. ഇനി മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? √ab ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. a:b എന്ന് പറയുന്നത് 5:6 എന്നിരിക്കട്ടെ. 5:6 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തേർഡ് പ്രപ്പോർഷണൽ എന്തായിരിക്കും? b²/a. ഇവിടെ b എന്താ? 6 ആണല്ലേ. 6² ഡിവൈഡഡ് ബൈ 5. അതായത് 36 ÷ 5 ആണ് നമ്മുടെ തേർഡ് പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇനി മെയിൻ പ്രപ്പോർഷൻ എന്തായിരിക്കും? √ab. √5 × 6 ആയിരിക്കും. അതായത് √30. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ തേർഡ് പ്രപ്പോർഷണൽ മീൻ പ്രപ്പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇൻവേഴ്സ് റേഷ്യോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് റേഷ്യോ, എന്താണ് റെസിപ്രോക്കൽ റേഷ്യോ? അപ്പോൾ ഇൻവേഴ്സ് റേഷ്യോ, ഇപ്പോൾ എ ബിയും അനുപാതത്തിലാണ്, a:b ആണെങ്കിൽ, അല്ലെങ്കിൽ a ആൻഡ് b ആർ ഇൻ പ്രപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇല്ലേ, 1/a:1/b. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ റേഷ്യോ ആണ് എന്ത്? ഇൻവേഴ്സ് റേഷ്യോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. റെസിപ്രോക്കൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ LCM എടുത്ത്, ഇപ്പോൾ 1/a:1/b, അതിൻ്റെ ഡിനോമിനേറ്റർ എന്താ? ഛേദം എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഛേദം എന്താണ്? എയും ബിയും. ഇതിൻ്റെ LCM എന്താണ് കുട്ടികളെ? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എയും ബിയുടെ LCM എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതായത് അത് ഗുണിച്ചാൽ മതി. a × b ആണ്. ഈ ab കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അംശത്തിൽ, അതായത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ab / a ab / b ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി നമുക്ക് എയും എയും കട്ട് ചെയ്യാം, ഈ ബിയും ബിയും കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് b/a എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അതായത് a:b എന്ന് പറയുന്നത്, അതായത് എയും ബിയും പ്രപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ a:b റെസിപ്രോക്കൽ റേഷ്യോ അല്ലെങ്കിൽ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? b:a ആണ്. അത് എങ്ങനെ വന്നു നിങ്ങൾക്ക് മനസ്സിലായോ? b:a എങ്ങനെ നമുക്ക് കിട്ടി? ഡിനോമിനേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഛേദമായിട്ടുള്ള എയും ബിയും നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് LCM കണ്ടുപിടിക്കുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് LCM കിട്ടുക. ആ LCMത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്റർ, അതായത് അംശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അംശത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. വെട്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? b:a എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, a:b ഇൻവേഴ്സ് റേഷ്യോ എന്താണ്? ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, b:a ആണ്. ഇനി ഇങ്ങോട്ട് വന്നേ നിങ്ങൾ, 5:2 റെസിപ്രോക്കൽ റേഷ്യോ എന്തായിരിക്കും? കണ്ണടച്ചുകൊണ്ട് പറയാം. എന്താണ്? 2:5 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലേ. ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി നോക്കിക്കേ, 1/5 1/2 ഇതിൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ ഇങ്ങനെ ചോദിച്ചാൽ നമ്മളൊന്ന് പെട്ടുപോകും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ തൊട്ട് മുന്നേ ഇവിടെ ചെയ്തില്ലായിരുന്നോ? ഈ 1/a:1/b നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ ഛേദങ്ങളുടെ ലസാഗു എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്റർ, അതായത് അംശത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ റെസിപ്രോക്കൽ റേഷ്യോയിലോട്ട് എത്തിയത്. അതേ പ്രക്രിയ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1/5 1/2 എന്ന് പറയുമ്പോൾ എന്താ കുട്ടികളെ? 1/1 ആണ് അല്ലേ. 1/1. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്താ? ഈ ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഛേദങ്ങളുടെ ഗുണനഫലമാണ് എന്ത് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഗുണനഫലമാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്രയാ? 5 × 2 × 1, അതായത് 10. ഈ 10നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അംശങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അംശത്തിൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഗുണിക്കുന്നു. ഓക്കെ, അതിൻ്റെ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? 10/5 10/2
ഈസ്റ്റു 10/1. ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമ്മൾ 10/5 എന്ന് പറയുന്നത് എത്രയാ? 10/5 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് 2ന് ഒരു 2 2, 5 2 10. എത്ര 2 ആണ് 10? 5 2 ആണ് 10. അപ്പോൾ ഇവിടെ 5 വരും. അപ്പോൾ 5 നമ്മൾ എഴുതി. ഇവിടെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. 10. അപ്പോൾ 2:5:10 ആണ് എന്ത്? 1/5:1/2:1 എന്നതിൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ അല്ലെങ്കിൽ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷനകത്ത് കുട്ടികളെ ഇത് ഉണ്ടാവും കേട്ടോ. 1:2:5 എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇത് തെറ്റാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2:5:10 ആണ് കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലായല്ലോ. ഡിനോമിനേറ്റേഴ്സ് എടുക്കുക, ഛേദങ്ങൾ എടുക്കുക, അതിൻ്റെ എൽസിഎം എടുക്കുക, ന്യൂമറേറ്റർ അതായത് അംശങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ലഘൂകരിക്കുമ്പോൾ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് എന്ത് കിട്ടുക? 2:5:10 എന്ന് പറയുന്ന ആൻസറിലോട്ട് എത്താൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്യുമല്ലോ എക്സാമിന് വരുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നോക്കിക്കേ, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ഈ റേഷ്യോ പ്രപ്പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എയും ബിയും അനുപാതത്തിലാണെങ്കിൽ, അതായത് A:B ആണെങ്കിൽ A²:B² ആണ് എന്ത്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. A²:B² ആണ് എന്ത്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 5:2 ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും 5²:2² ആയിരിക്കും. 5²:2² ആയിരിക്കും. അതുപോലെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √5:2 ആണ് എന്ത്? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 5³ ആണ് എന്ത്? ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്നത് A³ അല്ലെങ്കിൽ 5³ എന്ന് പറയുന്നതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B. ഇനി സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ്, അതായത് ക്യൂബ് റൂട്ട് ഓഫ് 5:2. എക്സാമ്പിൾ 5:2 എടുക്കുകയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 5:2 എന്ന് പറയുന്നതാണ് എന്ത്? സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക, എഴുതി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാതെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. A bag contains an equal number of 1 rupee, 5 rupee and 10 rupee notes. If the total amount is ₹480, then the number of 1 rupee note is. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ബാഗില് തുല്യ എണ്ണം 1 രൂപ, 5 രൂപ, 10 രൂപ നോട്ടുകൾ ഉണ്ട്. ആകെ എത്രയുണ്ട്? 480 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ നോട്ടുകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാം ഒന്ന് ടഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഈ നാണയങ്ങളുടെ ഒരു ബാഗിലോ അല്ലെങ്കിൽ ഒരു പേഴ്സിലോ ഇത്ര നാണയങ്ങളുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ നാണയങ്ങൾ എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഒരു ബാഗിൽ നമുക്ക് 1 രൂപയുണ്ട്, അതുപോലെ തന്നെ 5 രൂപയുണ്ട്, അതുപോലെ തന്നെ 10 രൂപയുണ്ട്. എത്രയോ എണ്ണമാണ്. ഈ 1 രൂപയുടെ എണ്ണം നമുക്കറിയില്ല, 5 രൂപകളുടെ എണ്ണം നമുക്കറിയില്ല, എത്ര 5 രൂപ നോട്ടുകളുണ്ടെന്ന് നമുക്കറിയത്തില്ല, എത്ര 10 രൂപ നോട്ടുകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ടീച്ചർ അതിനെ എക്സ് ആയിട്ട് എടുക്കുവാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഈ നോട്ടുകളുടെ എണ്ണം, അതായത് നോട്ടുകളുടെ എണ്ണത്തിനെയാണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ. നോട്ടുകളുടെ എണ്ണം, തുല്യ എണ്ണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ തുല്യ എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോട്ടുകളുടെ എണ്ണം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര 1 രൂപ നോട്ടുകൾ കാണും? എത്ര 1 രൂപകൾ കാണും? x×1 ആയിരിക്കും അല്ലേ? x×1 ആയിരിക്കും. ഓക്കെ, പ്ലസ് ഇനി എക്സ് 5 രൂപ നോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര 5 രൂപ ഉണ്ടാവും? 5×x ആയിരിക്കും. പ്ലസ് ഇനി എക്സ് എണ്ണം 10 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര 10 രൂപ കാണും?
10 ഇൻറ്റു എക്സ് ആയിരിക്കും. 10 ഇൻറ്റു എക്സ്. ഈ ടോട്ടൽ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ആ ബാഗിനകത്ത് ആകെ എത്ര രൂപയുണ്ട്? 480 രൂപയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, എക്സ് പ്ലസ് 5x പ്ലസ് 10x എത്രയാ? 10 പ്ലസ് 5 15. 15 പ്ലസ് എക്സ് എത്രയാ? 15 പ്ലസ് 1 എത്രയാ? അതായത് 1x പ്ലസ് 5x 6x. 6x പ്ലസ് 10x എത്ര? 16x. അപ്പോൾ 16x എന്ന് പറയുന്നത് 480 ആണെങ്കിൽ നമുക്ക് എക്സ് അവിടെ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ? എക്സ് എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 480 ഡിവൈഡഡ് ബൈ 16 ആണ്. ഇവിടെ നോക്കിക്കേ, 48 അല്ലേ ഇവിടെ വന്നേക്കുന്നത്? 0 നമ്മൾ നോക്കുന്നില്ല, 48 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 16ന്റെ ഗുണിതമാണോ 48 എന്ന് നോക്കുക. നമുക്കറിയാം 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാ? 6 3 18. ഒന്ന് ശിഷ്ടം, ഒരു 3 3. ഈ ശിഷ്ടമായിട്ടുള്ള ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 48. അപ്പം 448 വരും അല്ലേ? നമുക്കിവിടെ 480 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വെട്ടാം. 16 ഒരു തവണ, 48 3 തവണ, ഈ 0 അതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര കിട്ടി കുട്ടികളെ? എക്സ് എന്ന് പറയുന്നത് 30 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 30 ആണ് കിട്ടിയേക്കുന്നത്. എങ്കിൽ 1 രൂപ നോട്ടുകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാണ്? എത്ര 1 രൂപ നോട്ടുകൾ ഉണ്ടെന്നാണല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ്? എക്സ് ആണ് നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര 1 രൂപ നോട്ടുകൾ ഉണ്ട്? 30 1 രൂപ നോട്ടുകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വന്നാൽ ചെയ്യുമല്ലോ. ഓക്കെ, അടുത്ത ദിവസം നിങ്ങൾ നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? വായിച്ചേ. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ കോളേജ് the ratio of the number of boys and girls in a school is 8:5. If there are 160 girls, then the total number of students in the college. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോളേജിൽ കുറച്ച് ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. അവരുടെ എണ്ണങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 8:5 ആണ്. ഒരു കോളേജിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ അനുപാതം എത്രയാണ്? 8:5 ആണ്. അതിൽ 160 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. 160 പെൺകുട്ടികളുണ്ടെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാവേ. അപ്പോൾ 8:5, അതായത് ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 8:5 എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ഇതിൽ 160 പെൺകുട്ടികളുണ്ട് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ 8:5 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പെൺകുട്ടികളാണ്. അപ്പൊ നമുക്ക് എഴുതാം. ഈ 5 യൂണിറ്റ് എത്രയും തന്നിട്ടുണ്ട് കുട്ടികളെ? 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 160 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 160. ഇനി നോക്കിക്കേ, ആകെ കുട്ടികൾ, ഇപ്പോൾ ബോയ്സും ഗേൾസിൻ്റെയും അനുപാതം എന്ന് പറയുന്നത് 8:5 ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആയിരിക്കും? 13 യൂണിറ്റ് അല്ലേ? 8 + 5 അല്ലേ ടോട്ടൽ? ആണല്ലോ. ബോയ്സും ഗേൾസും കൂടെ ആകെ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ബോയ്സിന്റെ എണ്ണം പ്ലസ് ഗേൾസിന്റെ എണ്ണം. അപ്പോൾ അനുപാതം നമ്മൾ എടുക്കുമ്പോൾ 8 യൂണിറ്റ് + 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 13 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 13 യൂണിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, 13 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആകെ കുട്ടികളുടെ എണ്ണം. ടീച്ചർ അത് T ആയിട്ട് എടുക്കുകയാണ്. 5 യൂണിറ്റ് 160 ആയാൽ 13 യൂണിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? ഈ 13നെയും 160 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ചെയ്യും? ഈ 13നെ 160 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 13 × 160 ഡിവൈഡഡ് ബൈ 5. കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. നോക്കിക്കേ, 5 നമുക്ക് 160 നമുക്ക് വെട്ടാം. 5 5 ഒരു തവണ എത്രയാണ്? 16 5 എത്ര തവണയാണ്? നമുക്കറിയാം 3 തവണയാണ്. 5 3 15 ആണ് അല്ലേ? അപ്പോൾ 16 ആണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. 15 പോയി കഴിഞ്ഞാൽ ശിഷ്ടം 1 ഉണ്ട്. ആ 1 ഈ 0ന്റെ കൂടെ ചേരുമ്പോൾ 10 ആകും. 10 5 എത്ര തവണയാണ്? 2 5 ആണ് 10. അപ്പോൾ 32. 32 × 13 നമുക്ക് ചെയ്യാം. 32 × ഓക്കെ 13 × 32 നോക്കാം. 3 2 6, 1 2 2, 3 3 9, 1 3 3 6, 9 + 2 11, 1 ശിഷ്ടം, 3 + 1 4. 416 ആണ് എന്ത്? ടോട്ടൽ കുട്ടികളുടെ എണ്ണം. അതായത് ആകെ എത്ര കുട്ടികളുണ്ട് കോളേജിൽ? 416 കുട്ടികളുണ്ട്. ചെയ്യത്തില്ലേ? വന്നാൽ ചെയ്യുമല്ലോ നിങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഒന്ന് ടീച്ചർ സൂം ചെയ്ത് തരാവേ. നോക്കിക്കേ,
എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? A certain amount was divided between A and B in the ratio 4:3. If B's share was rupees 4,800, the amount was. ഒരു നിശ്ചിത തുക എയും ബിയും 4:3 എന്ന അനുപാതത്തിൽ വീതം വെക്കുന്നു. അപ്പോൾ ബിക്ക് എത്ര രൂപ കിട്ടുന്നു? 4,800 രൂപ കിട്ടിയാൽ ആകെ തുക എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. A certain amount was divided between A and B in the ratio 4:3. If B's share was rupees 4,800, the total amount was എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവർക്ക് കയ്യിൽ കുറച്ച് രൂപ കിട്ടി. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? 4:3 എന്ന് പറയുന്ന അനുപാതത്തിൽ ഇതെന്ത് ചെയ്യുന്നു? പങ്കിട്ടെടുക്കുന്നു. ഓക്കെ, അപ്പോൾ 4 ഭാഗം ആർക്ക് കിട്ടി? കിട്ടിയതിൻ്റെ 4 ഭാഗം എയ്ക്കും 3 ഭാഗം ബിക്കുമാണ് കിട്ടുന്നത്. അതിൽ ബിക്ക് എത്ര രൂപ കിട്ടിയെന്ന് തന്നിട്ടുണ്ട്? 4,800 രൂപ ബിക്ക് കിട്ടിയാൽ ആകെ തുക, നമ്മൾ നേരത്തെ ആ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ പ്രോബ്ലം ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ ബിക്ക് കിട്ടിയത് 4,800 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 3 യൂണിറ്റ് എന്ന് പറയുന്നത്? 3 യൂണിറ്റ് എന്ന് പറയുന്നത് 4,800 രൂപയാണെങ്കിൽ, 3 യൂണിറ്റ് 4,800 രൂപയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് കുട്ടികളെ? 7 അല്ലേ? 4 + 3 7 നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 7 യൂണിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 7 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടീച്ചർ ഇതിനെ ടോട്ടൽ എന്ന് എടുക്കുകയാണേ. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 7നെ 4,800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7നെ 4,800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7 × 4,800 ചെയ്യാം, ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. ഓക്കെ, അപ്പം എത്ര കിട്ടും? 3ൽ 48 പോകത്തില്ലേ? പോകും. 1 3 3 3 1 3 3 ശിഷ്ടം 1 ഉണ്ട്, 18. 6 3 18. അപ്പോൾ 2 0 അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേ. അപ്പോൾ 16 × 7 നമുക്ക് ചെയ്ത് നോക്കാം. 16 × 7 7 6 42, 4 ബാലൻസ് 7 + 4 എത്രയാ? 11. അപ്പോൾ 1 1 2 0 0. ഈ വിട്ടുപോയ 0 ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. 1 1 2 0 0. 11,200 രൂപയാണ് അവർക്ക് ടോട്ടലായിട്ട് അവരുടെ കയ്യിലേക്ക് കിട്ടിയത് കേട്ടോ. ഓക്കെ, അതിൽ 4,800 രൂപയാണ് ആർക്ക് കിട്ടിയത്? ബിക്ക് കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്ക ചോദ്യ പേപ്പറിനകത്തും വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്താ നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഈസ് 4:3. 4:3. If 40 liters of water is added to the mixture, the ratio of milk and water becomes 3:4. Then the quantity of milk in the mixture is. എന്ന് വെച്ചാൽ എന്താ? ഒരു മിശ്രിതത്തിൽ പാലും വെള്ളവും, ഒരു മിശ്രിതമുണ്ട്, പാലും വെള്ളവും 4:3 എന്ന അനുപാതത്തിലാണ്. അതായത് 4 ഭാഗം പാലുണ്ടെങ്കിൽ അതിൽ 3 ഭാഗം വെള്ളമുണ്ട്. ഓക്കെ, ദെൻ മിശ്രിതത്തിലേക്ക് 14 ലിറ്റർ എന്ത് ചെയ്യുന്നു? 14 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ അനുപാതം 3:4 ആയി. എന്നാൽ മിശ്രിതത്തിലെ പാലിൻ്റെ അളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ഒരു മിശ്രിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും വെള്ളവും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതം. അപ്പോൾ അതിനകത്ത് നമുക്ക് മിൽക്ക് ഉണ്ട്, പാലുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ ഇനീഷ്യലി, അതായത് ആദ്യം ഈ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. അതായത് തുടക്കത്തിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു? പാല് 4 ഭാഗവും മിൽക്ക് എന്ന് പറയുന്നത് 3 ഭാഗമായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? 14 ലിറ്റർ വെള്ളം ഈ മിശ്രിതത്തിലോട്ട് കൊടുത്തു, ആഡ് ചെയ്തു. 14 ലിറ്റർ ആഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും പാലിൻ്റെ അളവ് മാറുന്നുണ്ടോ? ഇല്ല, വെള്ളത്തിൻ്റെ അളവാണ് മാറുന്നത് അല്ലേ. അപ്പോൾ എന്തായി? ഇപ്പം ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോഴത്തെ റേഷ്യോ എത്രയായി? 14 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്തപ്പോൾ 3:4 ആയി. എപ്പോഴാ? നമ്മൾ 14 ലിറ്റർ വെള്ളം ആഡ് ചെയ്തപ്പോഴത്തേക്കുമാണ് റേഷ്യോ 4:3 നിന്ന് 3:4 ആയത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി അല്ലേ. ഇനി നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ മിശ്രിതത്തിൽ
പാലിൻ്റെ ക്വാണ്ടിറ്റി, പാലിൻ്റെ അളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ പാലും വെള്ളവുമുള്ള മിശ്രിതത്തിലേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൂടുന്നത് അല്ലേ? പാലിൻ്റെ അളവ് മാറുന്നുണ്ടോ? ഇല്ല, വെള്ളത്തിൻ്റെ അളവ് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാലിൻ്റെ അളവ് നമുക്ക് എന്താക്കി വെക്കണം? കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് റേഷ്യോ മാത്രമേ ഉള്ളൂ. എത്ര ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ആ മിക്സ്ചറിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം? സ്ഥിരമാക്കണം, കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഇവിടെ 4ഉം, ഇവിടെ നോക്കിയ കുട്ടികളെ, ഇവിടെ 4ഉം ഇവിടെ 3ഉം അല്ലേ കിടക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരപ്പെടുത്താൻ പോവാണ്, ഒരേ വാല്യൂലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അതിന് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ 4:3ഉം ഇവിടെ 3:4ഉം ആണ് അല്ലേ? അപ്പോൾ ടീച്ചർ ചെയ്യാൻ പോകുന്നത് ഈ 3 ഈ രണ്ടാമത്തെ റേഷ്യോയിലെ 3 കൊണ്ട് ആദ്യത്തെ റേഷ്യോ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ റേഷ്യോയിലെ 4 കൊണ്ട് രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ റേഷ്യോ നമ്മൾ 4 കൊണ്ടും ആദ്യത്തെ റേഷ്യോനെ ഈ 3 കൊണ്ട് എന്ത് ചെയ്യുന്നു? ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ 3 4 12, ഇവിടെ 4 3 12. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 12 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 12:3 × 4 12. 3 × 3 എത്ര? 9. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുമ്പോൾ, രണ്ടാമത്തെ റേഷ്യോ നോക്കുമ്പോൾ 4 × 3 4 × 3 12 = 4 × 4 എത്ര? 4 × 4 16 ആണ്. എത്രയാണ്? 16. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് മിൽക്ക് ഈസ് ടു വാട്ടർ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആയി, 12 യൂണിറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കേ, 9ൽ നിന്ന് 16ലോട്ട് മാറി. 9, അതായത് ഇപ്പോൾ സപ്പോസ് 9 യൂണിറ്റ് വെള്ളം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 14 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര യൂണിറ്റ് കൂടി? 9 16 ആവാൻ എത്ര കൂടണം? 7 യൂണിറ്റ് കൂടണം അല്ലേ? അപ്പോൾ ഈ 7 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 14 ലിറ്റർ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് 7 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 14 ലിറ്റർ ആണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്ര? 12 യൂണിറ്റ്. 12 യൂണിറ്റ് എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. 12 യൂണിറ്റ് ആണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ദ മിൽക്ക്, എം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത കൂട്ടി തന്നെ ഈ എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം കുട്ടികളെ? 12നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 × 14 ഡിവൈഡഡ് ബൈ 7. 12 × 14 ഡിവൈഡഡ് ബൈ 7. ഇവിടെ ചെയ്യട്ടെ. അപ്പോൾ എത്ര കിട്ടും? ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 12 × 14 ഡിവൈഡഡ് ബൈ 7. ഓക്കെ ആണല്ലോ? ഈ 7ഉം 14 നമുക്ക് വെട്ടാലോ? 1 7 7, 2 7 ആണ് 14. ഓക്കെ, അപ്പോൾ 12 × 2 എത്ര? 12 × 2 24 ലിറ്റർ ആണ് നമ്മുടെ എന്ത്? മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 24 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യത്തില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു പ്രപ്പോർഷൻ സെയിം ആകുന്ന രീതിയിൽ, മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആകുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു ക്വാണ്ടിറ്റീനെ, അതായത് മിൽക്കിൻ്റെ ആ ഒരു അളവിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രപ്പോർഷൻ എടുക്കുമ്പോൾ ഒരേപോലെ വരുന്ന രീതിയിൽ ആക്കണം. അതിന് ചെയ്യേണ്ട, താഴത്തെ ഒരു വാല്യൂ എടുത്ത് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മേളിലത്തെ അതായത് ഇവിടുന്ന് 3 എടുത്ത് ഞാൻ മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ അതേ കോളത്തിലുള്ള മേളിലത്തെ വാല്യൂ ഇട്ട് വേണം നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതായത് താഴെ നിന്ന് ഞാൻ 3 എടുത്തു, ഇവിടെ നിന്നല്ലേ എടുത്തത്, ഇവിടെ നിന്നല്ലേ 3 എടുത്തത്. അതുപോലെ മേളിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കണം. അല്ലാതെ ഒരെണ്ണം ഇവിടെ നിന്നൊന്നും എടുക്കരുത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സെക്കൻഡ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? വായിച്ചേ നിങ്ങൾ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? The ratio of income of A and B is 3:2 and the ratio of their expenditure is 4:3 and their savings are respectively ₹2,000 and 1,000. Find the income of A and B. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എയുടെയും ബിയുടെയും വരുമാനം, ഇൻകം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വരുമാനത്തിൻ്റെ അനുപാതം 3:2, ചിലവുകളുടെ അനുപാതം 4:3. എ 2000 രൂപയും ബി 1000 രൂപയും സേവ് ചെയ്താൽ അവരുടെ വരുമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് എ ഉണ്ട്, എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി എന്ന് പറയുന്ന ഒരാളും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇൻകം മീൻസ് വരുമാനം എന്ന് പറയുന്നത്, വരുമാനത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2. ഇവരുടെ ചിലവ്, എക്സ്പെൻഡിച്ചർ, ചിലവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണെന്നുണ്ടെങ്കിൽ, ഇൻകം എന്ന് പറയുന്നത് 3:2, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4:3 ആണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാലോ വരവ്
നിന്ന് ചിലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സേവിങ്സ് കിട്ടും അല്ലേ? സേവിങ്സ് കിട്ടും. അപ്പോൾ സേവിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര യൂണിറ്റ് ആയിരിക്കും? 3 യൂണിറ്റ് ഇൻകം, 4 യൂണിറ്റ് ചിലവ്. ബാക്കി എത്രയുണ്ട്? ബാക്കി എത്രയുണ്ട്? ബാക്കി ഇവിടെ 1 യൂണിറ്റ് ആണ് വരുന്നത്. ഇവിടെയോ? ഇവിടെ 3 ആയി അല്ലേ? അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 1 യൂണിറ്റ് ആണ്. എത്രയാണ്? 1 യൂണിറ്റ്. അപ്പോൾ സേവിങ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 1:1 ആണ്. അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇൻകം എന്ന് പറയുന്നത് 3:2 എക്സ്പെൻഡിച്ചർ 4:3 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് ആണ് ശരിക്കും എന്ന് പറയുന്നത് എന്ത്? സേവിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് തന്നേക്കുന്നത്? അപ്പോൾ അവരുടെ സേവിങ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എയുടെ സേവിങ് എന്ന് പറയുന്നത് 2000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സേവിങ്സ് ഓഫ് എ എന്ന് പറയുന്നത് 2000 ആണെങ്കിൽ അവരുടെ ഇൻകം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സേവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര യൂണിറ്റാ? 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? എയുടെ കേസിൽ 1 യൂണിറ്റ് 2000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എയുടെ കേസിലാണ്. 1 യൂണിറ്റ് 2000 ആണെന്നുണ്ടെങ്കിൽ എയുടെ ഇൻകം എത്ര? 3 യൂണിറ്റ് ആണ്. അപ്പോൾ 3 യൂണിറ്റ് ആണ് എയുടെ ഇൻകം. 3 യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? 1 യൂണിറ്റ് 2000 ആകുമ്പോൾ 3 യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 3 × 2000 6000 ആണ് എയുടെ ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് സേവിങ്സ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 1000 തന്നിട്ടുണ്ട്. അപ്പോൾ ബിയുടെ കേസിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1000. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻകം എത്ര? 2 യൂണിറ്റ് ആണ്. അപ്പോൾ 2 യൂണിറ്റ് എത്ര? 1 യൂണിറ്റ് 1000 ആണെങ്കിൽ 2 യൂണിറ്റ് എത്ര? 2000. അപ്പോൾ എയുടെയും ബിയുടെയും വരുമാനം എന്ന് പറയുന്നത് 6000ഉം 2000ഉം ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയ മാത്രം കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കി പഠിക്കുക. നോക്കിയല്ല, നിങ്ങൾ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ നോക്കി സമയം കളയരുത്. എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, തേർഡ് പ്രപ്പോർഷൻ, ഇൻവേഴ്സ് റേഷ്യോ, റെസിപ്രോക്കൽ റേഷ്യോ, ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, അതുപോലെ തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളെ ആവറേജ് ആണ്, ശരാശരിയാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറിന് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.